അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നോക്കി ഓതാൻ സൂറത്തുൽ അംഫാലിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏത് പാഠത്തിൽ നിന്നും വരാം, നമ്മുടെ പഠിച്ച സൂറത്തുകളിൽ നിന്ന് നോക്കി ഓതാനുള്ള ഭാഗങ്ങൾ എവിടെ നിന്നും വരാം. മഖാരിജുൽ ഹുറൂഫ് ശ്രദ്ധിക്കും, തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ശബ്ദമാധുര്യം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ മാർക്ക് നൽകുന്നത്. പിന്നെ ഹിഫ്ളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ സൂറത്തുൽ ആദിയാത്ത്, ആദിയാത്ത് ലുബ്ഹ. 6ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും തബാറക സൂറത്താണ് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ള സൂറത്തുകളൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടെ ശ്രദ്ധിക്കുക. സൂറത്തുൽ ആദിയാത്ത് ആദിയാത്ത് ലുബ്ഹ എന്നുള്ള സൂറത്തുൽ ഖാരിഅ, അൽ ഖാരിഅത്തും അൽ ഖാരിഅ എന്ന് പറയുന്ന സൂറത്ത്, പിന്നെ സൂറത്ത് തക്കാസുർ, സൂറത്തുൽ ഫീൽ, തക്കാസുർ, പിന്നെ അൽഹാക്കുമുത് തക്കാസുർ ആ സൂറത്ത്, അതുപോലെ തന്നെ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല. ചെറിയ സൂറത്തുകളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സൂറത്ത് ഖുറൈശി, സൂറത്തുൽ മസദ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ സൂറത്തുകൾ മുഴുവനായിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്, ഇന്ന സൂറത്ത് മുതൽ ഇന്ന സൂറത്ത് വരെ. അപ്പോൾ അല്ലാഹുവിൻ്റെ അടിക്കങ്ങളിലുള്ള എല്ലാ സൂറത്തുകളും, ഒട്ടുമിക്ക സൂറത്തുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ സൂറത്തുൽ മുൽക്കാണ്, തബാറക സൂറത്ത്. അത് മെയിനാണ്. അത് എത്ര ക്വസ്റ്റ്യങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം പേപ്പറിൽ. അപ്പോൾ ഒന്നാമത്തേത് അൽ ഖാരിയാണ് ഓതാൻ. അൽ ഖാരിഅത്തും അൽ ഖാരിഅ എന്നുള്ള സൂറത്തുൽ ഖാരിയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ലീലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഖുറൈശ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്തുൽ നസ്റിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതായത് വല്ലുഹൻ്റെ താഴ്ഭാഗത്തേക്കുള്ള സൂറത്തുകളാണ് പ്രധാനമായിട്ടും ചോദിച്ചത് കാണുന്നത്. പിന്നെ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലക്കനൂദ്, സൂറത്തുൽ ആദിയാത്ത് വൽ ആദിയാത്തി ളുബ്ഹ എന്നുള്ള ആ സൂറത്തിൽ നിന്നുള്ളതാണ്. പിന്നെ സൂറത്ത് തക്കാസുർ, അൽഹാക്കുമുത് തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. പിന്നെ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ ഡാഷ് ഫി അമദിൻ മുമദ്ദദ, സൂറത്തുൽ ഹുമസയിൽ നിന്നുള്ള ചോദ്യമാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുക സൂറത്തുൽ ഹുമസയിൽ നിന്ന് മറ്റൊരായത്ത്, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ, അതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സൂറത്തുൽ കാഫിറൂന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന ആ സൂറത്ത്. അപ്പോൾ അല്ലാഹുവിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള സൂറത്തുകൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മുടെ ഹിഫ്ളിൽ അവിടെ അതിൻ്റെ ചാർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അല്ലാഹു മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ അത് അവിടെ 3 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ 3 ചോദ്യങ്ങൾ സൂറത്തുൽ മുൽക്ക് എന്നാണ്, തബാറക സൂറത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 8ാമത്തായിട്ട് വന്ന അഫമൻ യംശി മുക്കിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ എന്നിങ്ങനെ പോന്നിട്ട് ഖലീലമ്മാ തശ്കുറൂൻ വരെ ഓതി കൊടുക്കണം. പിന്നെ 9ാമത്തെ ചോദ്യവും തബാറക്കയിൽ നിന്ന് തന്നെയാണ്, സൂറത്തുൽ മുൽക്ക്. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വ ഇലൈഹി തുഹ്ശറൂൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓതിയിട്ട് വ ഇന്നമാ അന നദീറും മുബീൻ വരെ ഓതണം. അതുപോലെ തന്നെ 10ാമത്തെ ചോദ്യവും അവിടെ നിന്ന് തന്നെ ഖുൽ അറായിത്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅഇ റഹിമന എന്ന് പറയുന്ന ആയത്ത് ഫീ ളലാലിൻ മുബീൻ വരെ എന്ത് ചെയ്യണം, ഓതണം. ഇങ്ങനെ 3 ഭാഗങ്ങളിൽ നിന്ന് തബാറക്കയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ചെറിയ സൂറത്തുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തബാറക സൂറത്ത് എങ്ങനെയായാലും ശ്രദ്ധിക്കണം. ചെറിയ സൂറത്ത് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുകൊണ്ട് ഓർമ്മ ഉണ്ടാകും. എങ്കിലും ആ സൂറത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഹിഫ്ളിൻ്റെ ചാർട്ട് നോക്കിയിട്ട് അതിൽ പറഞ്ഞ ആ സൂറത്തുകളൊക്കെ പ്രത്യേകം എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല ഓർമ്മശക്തി നൽകുമാറാകട്ടെ. പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടെ വിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.